അപ്പോസ്തോലികമായ ഡോക്ട്രിനിൽ, ഉപദേശത്തിൽ അവർ നിലനിൽക്കുകയും ചെയ്തു. അപ്പോസ്തോലികമായ ഉപദേശം, അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം, മാനസാന്തരം, രക്ഷ, വിശ്വാസ സ്നാനം, വിശുദ്ധി, വേർപാട്, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, ഈ നിലയിലുള്ള അപ്പോസ്തോലികമായ ഉപദേശത്തിൽ നിൽക്കണമെന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞവരോട് കർത്താവ് പറയുന്നു. 2, കൂട്ടായ്മ ആചരിക്കണം. നോക്കിയേ, എന്താണ് ഈ കൂട്ടായ്മ ആചരിക്കണം എന്ന് പറഞ്ഞത്? ഇവിടെ നമ്മൾ വായിച്ചൊരു വാക്യത്തിൽ പത്രോസ് അവരോട് പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിക്കുകയും. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, വക്രതയുള്ള ഒരു പാപ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ, വേർപെട്ടിരിക്കുവീൻ. അപ്പോൾ സ്നാനപ്പെട്ടവർ ഒന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, രണ്ടാമത് എന്ത് ചെയ്യണം? അവർക്കൊരു ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. അങ്ങനെയല്ലേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്? കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അപ്പം കൂട്ടായ്മ ആരോടാണ്? വെളിച്ചത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ മക്കൾ, ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ കണ്ട വെളിച്ചത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് പിന്നെ ഇരുട്ടിനോട് കൂട്ടായ്മയില്ല. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇനി നിൻ്റെ വെളിച്ചം സൂര്യനല്ല, നിലാവെളിച്ചം ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്ന ക്രിസ്തു യേശു നിങ്ങളിൽ വന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇരുട്ടിൻ്റെ മക്കളല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. അങ്ങനെങ്കിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം അകത്ത് വന്നവർക്ക് പിന്നെ ഇരുട്ടുമായിട്ടുള്ള ഫെലോഷിപ്പ് പാടില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. കാരണം ജ്ഞാനിയുടെ കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകുമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പാപിയുടെ കൂടെ നടന്നാൽ നീയും പാപിയാകും, കള്ളൂടിയൻ്റെ കൂടെ നടന്നാൽ നീയും കള്ളൂടിയനാകും, സിനിമാ കളിക്കാരുടെ കൂടെ അങ്ങനെയായി മാറും. നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത്, ചീത്ത പറയുന്നവൻ്റെ കൂടെ നടന്നാൽ നിങ്ങളും അത് പറയും. നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത്, നിങ്ങളതാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. ജ്ഞാനിയുടെ കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. അപ്പോൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. പ്രത്യേകമായിട്ട് സ്നാനപ്പെട്ട അവിവാഹിതരായ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ, നിശ്ചയമായിട്ടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോലെ വിശ്വാസ സ്നാനം സ്വീകരിച്ച വിശ്വാസിയായ ഒരു വ്യക്തിയെ മാത്രമേ നിങ്ങളുടെ തുണയായി നിങ്ങൾ സ്വീകരിക്കാവൂ. അതായിരിക്കും നിങ്ങൾക്ക് അനുഗ്രഹം. അവർക്ക് മാത്രമേ നിങ്ങളെ മനസ്സിലാക്കുവാനും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തെയും ഏറ്റെടുത്ത വിശുദ്ധിയെയും പ്രാപിച്ച ദൈവകൃപയും അംഗീകരിക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്.